ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വിചാരിച്ചേനെ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്നും രാവിലെ തൊട്ടാണ് വീഡിയോ തുടങ്ങുന്നത് അല്ലേ. രാവിലെ എണീക്കുന്നു, ജനൽ തുറന്നിടുന്നു, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഇങ്ങനെ തുടങ്ങി പോവുകയാണല്ലേ. അപ്പോൾ എന്നും ഒരേ രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചാട്ടോ. അപ്പം ഇന്നലെ വൈകിട്ട് കുഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ, അത് മേശമ്മാടെ വെച്ചിരുന്നു. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുട്ടുപൊടി ഉണ്ട്, പഴമുണ്ട്. അപ്പോൾ പിന്നെ അന്ന് പുട്ടും പഴം തന്നെയാണ്. നമ്മുടെ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടേനി കേട്ടോ, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഫില്ലാക്കി വെക്കണം കേട്ടോ രാവിലെ തന്നെ. ഓയിലൊന്നും ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാതെ വടിച്ച് നമ്മൾ കുപ്പിക്ക് ആക്കിയിരിക്കണം കേട്ടോ. പിന്നെ ഒന്ന് പുട്ട് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിനുള്ളതും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. ഇത് മറ്റേ പീടിയിൽ നിന്ന് വാങ്ങുന്ന പുട്ട് ആവുമ്പോൾ, പുട്ടിൻ്റെ പൊടിയാകുമ്പോൾ അത് കുറച്ച് നല്ലോണം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിരുന്നല്ലോ. എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ ആ വെള്ളമൊക്കെ കുടിച്ചതാ ഇതേ പരുവത്തിലാവും. എന്നിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ നമ്മുടെ പുട്ട് റെഡിയാവും. ഇന്നേ തേങ്ങ അല്ലാത്ത പുട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അല്ലാതെ പുട്ടുണ്ടാക്കാൻ പറ്റുമോ സെക്യൂർ ബൈക്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റും കേട്ടോ. പക്ഷെ തേങ്ങ അല്ലാത്ത പുട്ടുണ്ടല്ലോ, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് കേട്ടോ. അപ്പം തേങ്ങ ഇപ്പം കിട്ടാനില്ല, ഒന്നാമത് അതാണ്. അപ്പം ഇന്നലെ പുട്ടുണ്ടാക്കില്ലേ എന്ന് ചോദിച്ചിട്ട് കുഞ്ഞുട്ടി പോയപ്പോൾ തേങ്ങ കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. പക്ഷേ കടകളിൽ നിന്നൊന്നും തേങ്ങ കിട്ടുന്നില്ല. ഇപ്പോൾ തേങ്ങ പൊതുവെ വിപണിയിൽ കുറവായത് കൊണ്ടാണ് തോന്നുന്നുണ്ട്, ഭയങ്കര വിലയാണ്. പക്ഷേ നമ്മളിവിടെ ഒന്നും തേങ്ങ കിട്ടാനേ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് പുട്ടൊക്കെ വെച്ചതിന് ശേഷം രാവിലത്തെ പ്രഭാത കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. അവിടെ ആ മലൻ്റെ മുകൾക്ക് നോക്കലാണ് ഇപ്പോഴത്തെ പണി. മറ്റേ ഞാൻ ഇറങ്ങിയാണ് ആ മാവുമ്മക്കും കിളികളെയും ഒക്കെയാണല്ലോ നമ്മൾ ഷെഡ് വീട്ടിൽ അതിനൊന്ന് നോക്കിയത്. ഇപ്പോൾ ഈ ജനൻ്റെ ഉള്ളിലൂടെ ഇതേ കാണാനുള്ള വകുപ്പുള്ളൂ. പിന്നെ വല്ലതും കാണുന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോണ്ടേ. അങ്ങനെ പ്രകൃതി രമണീനെയൊക്കെ ഒന്ന് കണ്ട് എവിടെയിനു എന്തേനു വർത്താനം എന്നൊക്കെ ഒന്ന് ചോദിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പുട്ട് റെഡിയായിട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, തേങ്ങയില്ലാത്ത വെച്ചിട്ട് പുട്ട് റെഡിയാവാതെ നിന്നിട്ടൊന്നുമില്ല. പക്ഷേ ഒരു ഉപ്പില്ലാത്ത കഞ്ഞി കഴിക്കുമ്പോഴത്തെ ഒരു ഫീൽ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴവും പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടി നല്ല മധുരമുള്ള മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് പുളിച്ച മാങ്ങ വെച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം മധുരമുള്ള മാമ്പഴമൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. പക്ഷേ തേങ്ങ വേണ്ടീനു. അങ്ങനെ രാവിലത്തെ ചായപ്പരിപാടി അവസാനിപ്പിച്ചതിന് ശേഷം എല്ലാ ചോറും പരിപാടിക്ക് കിടന്നിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടേനി കേട്ടോ. വേഗം അലക്കിയിടാനുള്ളതൊക്കെ അലക്കിയിട്ടിട്ടുണ്ടേനിയെ. ചായയുടെ കഴിഞ്ഞാൽ വേഗം അലക്കാനാണ് കേട്ടോ മണ്ടുക. അത് കഴിഞ്ഞിട്ട് ആ അലക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ ഞാൻ കറി ചോറ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തളിച്ചതിന് ശേഷം റൈസ് കുക്കർക്ക് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മത്തൻ കറി, കൈപ്പങ്ങ അതൊക്കെയാണ് ഈ കാട്ടിത്തരുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ പുഴമീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ ചിക്കൻ പൊരിച്ച് ബിരിയാണി വെച്ചിട്ടില്ലേനോ, അതിൻ്റെ ചിക്കനൊക്കെ തീർന്നിട്ടുണ്ടേനി കേട്ടോ. കുറച്ച് ബിരിയാണി മസാലയും അന്ന് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അതൊന്നും എടുത്ത് ചൂടാക്കിയതാണ്. അപ്പം ഞാൻ മക്കൾക്ക് കൊടുക്കട്ടെ കേട്ടോ. മക്കൾക്ക് ലീവുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ ഓല് കഴിച്ചോളും. ഇന്നാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഇന്ന് വെറുതെ ആ ബിരിയാണി വൈകുന്നേരം വരെ ഫ്രിഡ്ജിൽ വെച്ച് അത് കേടെടുത്തണ്ടല്ലോ. അപ്പോൾ പിന്നെ ചൂടാക്കി കൊടുത്താൽ ആരെങ്കിലും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മീൻ പൊരിയൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ അടുക്കി പറക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. കറിക്ക് വേണ്ടിയിട്ട് മത്തനാണ് എടുത്തിരിക്കുന്നത്. ഈ മത്തന് മുഴുവനായിട്ടൊന്നും നമുക്കൊരു ദിവസത്തെ കറിക്ക് വേണ്ട. അപ്പോൾ ഇതിൽ നിന്നൊരു പകുതി മാത്രം എടുക്കട്ടെ, ബാക്കി പകുതി ഫ്രിഡ്ജിക്ക് മാറ്റിയേക്കട്ടോ. പക്ഷേ ഈ മത്തനുണ്ടല്ലോ കാണാൻ നല്ല ലുക്കൊക്കെ തന്നെയാണ്. പക്ഷേ കറി വെച്ചപ്പോൾ ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു ഇത് കേട്ടോ. ചില മത്തന് ഒരു നല്ലൊരു ടേസ്റ്റാണല്ലോ. നമ്മൾ വെറുതെ മഞ്ഞളും ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് കടുക് വറുത്താൽ തന്നെ ഭയങ്കര ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇതങ്ങനെ അങ്ങോട്ട് ആ ഒരു ദമ്മിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മത്തനെ അവിടെ മുറിച്ച് മാറ്റി വെച്ചിരിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബിരിയാണി പാത്രത്താ കാലിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മക്കൾ എല്ലാവരും കൂടുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നോൾക്ക് ഒരു ഇത്തിരി വായ കൂടുതലേക്കാരം. അപ്പം നമുക്കേ നമ്മളെ കൈപ്പങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇവിടെ കൈപ്പങ്ങ ഉപ്പേരി ഞാനും കുഞ്ഞോട്ടി മാത്രമാണ് കേട്ടോ കഴിക്കുക. ഇവിടെ കൈപ്പങ്ങ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ഞാനാണ്. അപ്പം ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ കണ്ടപ്പോൾ വേഗം വാങ്ങിയതാണ് കേട്ടോ. ഈ കൈപ്പങ്ങ കാണുമ്പോൾ തന്നെ ചിലർക്ക് വാഴ കഴിക്കൂലേ. പക്ഷേ എനിക്ക് കൈപ്പങ്ങ കാണുമ്പോൾ ഉണ്ടല്ലോ വാഴയിലിങ്ങനെ വാഴയല്ല, കുറച്ച് ആർഭാടായി പറഞ്ഞതാ, അത് കുറച്ച് കൂടിപ്പോയി, വായ. അപ്പോൾ വാഴയിൽ ഇങ്ങനെ വെള്ളം പൊടിയിട്ടോ
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്പങ്ങ ഉപ്പേരി. അപ്പം ഞാൻ കയ്പങ്ങ എപ്പോൾ കണ്ടാലും ഞാൻ വാങ്ങിക്കൂട്ടോ. അപ്പം എനിക്കിങ്ങനെ നമ്മൾ മധുരല്ലേ വല്ലതും കണ്ടാണ്ടല്ലേ നമുക്ക് വെള്ളം പൊടിയുന്നത്, അന്ന പോലെ ആണ് കേട്ടോ ഈ കയ്പങ്ങ കാണുമ്പോൾ. തെർമോകോൾ കൊണ്ട് ഉണ്ടാക്കിയതാ ഇത്. മുത്തിട്ട നോക്കട്ടെ, മുത്ത് അയിത്ത മുത്തിടടി. 100 ടൺ വൺസ് അതിൻ്റെ അവിടെ തരേ ടൺസും വൺസൊക്കെ പഠിച്ചല്ലതാണല്ലേ. അപ്പം നടക്കുകളെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം ഇനി അപ്പോൾ ഇവിടെ ഓരോ കളികളായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് എന്നെ പോലെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ അത് യൂട്യൂബിന് അത്ര അങ്ങനെ ഇഷ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ കേട്ടോ ഉൾപ്പെടുത്താഞ്ഞത്. കിട്ടില്ലേ മറ്റേ മഞ്ഞിന്റെ സൂപ്പറാ കുട്ടി. സൂപ്പർ മധുരം ഇഷ്ടമാണ്. ഒരു വെറുതെ തിന്നാണ് നിങ്ങളെല്ലാരും തിന്നണ്ടപ്പോ എന്തോ അപ്പം നമ്മുടെ പാത്രം എടുത്തുക്കണം കേട്ടോ. ഇതിലാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുക. ഉപ്പേരി, കറി, ചാറ് എല്ലാ വക സംഗതികളും ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് ഉണ്ടാക്കുക. ഈ ഒരു പാത്രം നമ്മൾ അതിൻ്റെ സ്വാലിൻ്റെ കോംബോ ആയിട്ട് അവർ അയച്ചു തന്നതേനി കേട്ടോ. അപ്പോൾ കുറച്ച് അത് അയച്ചു തന്നതിന് ശേഷം ഇതിലാണ് അധികം കുക്കിംഗ് ഉണ്ടാക്കുക. ഇതാകുമ്പോഴേ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വെള്ളം ഒഴിക്കാതെ സിമ്മിലാക്കിയിട്ടാൽ നമുക്ക് വെള്ളം ഒഴിക്കാതെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ആ ടേസ്റ്റ് ഇതിലുണ്ടാക്കുമ്പോൾ കിട്ടലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാനും ഈ ഒരു പാത്രം എടുക്കുന്നത്. പിന്നെ ക്ലീനിങ് ഈസിയാണ്. 3 ലെയർ കോട്ടിങ് തന്നെയുണ്ട്, കരിയണ പ്രശ്നമേ ഇല്ല. അത് വിചാരിച്ചുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇട്ട് ഇളക്കാതെ തന്നാൽ കരിയും കേട്ടോ, അത് വേറെ കാര്യം. നമ്മളുണ്ടല്ലോ ഈ കട്ടില്ലാത്ത പാത്രങ്ങൾ പെട്ടെന്ന് അടി പിടിക്കുമല്ലോ, സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. പിന്നെ കളറ് മാറും, പിന്നെ ഒരു എങ്ങനെയല്ല ആ സ്റ്റീലിൻ്റെ കളറൊക്കെ വരില്ലല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ ഇതിനങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പല വീഡിയോസിലും വന്ന് ചോദിക്കും ഇങ്ങനെ ലിങ്ക് ഞാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. പക്ഷേ എല്ലാ കമൻസൊന്നും വായിച്ച് റിപ്ലൈ കൊടുക്കാൻ ചില സമയത്ത് നേരം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ചിലർ പറയും ചാടയാണ് കമൻസിന് റിപ്ലൈ തരാത്ത, ഭയങ്കര ഇതാണെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. എന്താ പറയുക, നമ്മൾ പെരിയിൽ വരുമ്പോഴല്ലേ നമുക്ക് ഇതിനൊക്കെ സമയം എത്തണില്ല എന്നുള്ളത്. കാരണം ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാലോ, ചെറിയ മക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഉമ്മമാർക്ക് അറിയുണ്ടാവും. ഇതൊക്കെ നമുക്കൊരു പേരെയും കൂടി പിന്നെ ഈ ചെറിയ മക്കളും ഒക്കെ പാടെ കൊണ്ടിടക്കുന്ന ഒരവസ്ഥ. പക്ഷേ എന്നാലും കമൻസിനൊക്കെ ഞാൻ ഒരുവിധമൊക്കെ പറ്റണേനൊക്കെ റിപ്ലൈ കൊടുക്കലുണ്ട്. അപ്പം ഞാൻ ഉപ്പേരി അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. കാര്യം വീരൊക്കെ പറയുന്നതിൻ്റെ അടുത്ത്. പിന്നെ പാത്രത്തിൻ്റെ കാര്യം മറക്കണ്ട, പാത്രം വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. പിന്നെ ബുഷറ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഓണൊക്കെ വരല്ലേ, അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ വാങ്ങിച്ചോളി വേഗം. അതിൻ്റെ ഇടയിലേ മത്തന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മത്തനൊക്കെ കട്ട് ചെയ്ത സമയത്തേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്നോ, ഇതിപ്പോൾ കട്ട് ചെയ്യണോ, കാരണം കാണാൻ എന്തൊരു ലുക്കുന്നോ, ആ ലുക്ക് കണ്ടിട്ട് എനിക്കിത് കട്ട് ചെയ്യാനേ തോന്നുന്നുണ്ടേനില്ല കേട്ടോ. കാരണം കറി വെച്ചാൽ ഈ ഒരു കളർ കിട്ടൂലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മനസ്സോടൊക്കെയാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. നല്ല ഭംഗിയുണ്ടേനി അത് കാണാൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വർക്കിംഗ് ഇല്ലേനി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട.
ഇവരൊന്നും സ്കൂളില്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ ഇതേപോലെ ഇവിടെ വന്നിരുന്ന് കളിച്ചാനൊന്നും കിട്ടൂല കേട്ടോ. അപ്പൊ ഇന്ന് പോലെ അങ്ങോട്ട് കുറച്ച് സമയം കിട്ടിയപ്പോഴേ ഓഫ് എന്തൊക്കെയാ കാട്ടണ്ടെന്ന് അറിയാത്ത പൊലിവിലാണ് കേട്ടോ ജനുമോന്. അതിന്റെ ആഹ്ലാദ പ്രകടനമൊക്കെയാണ് ഈ കാണിക്കണതൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് ജനുമോൻ എൻ്റെ കൂടെ നിങ്ങൾ കാണാൻ സാധ്യതയില്ല കേട്ടോ. കാരണം മൊത്തം പോലെ പിന്നാലെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സിമ്മിലിട്ടുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ അടിയിൽ പിടിക്കുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കയ്പ്പ് പോകാൻ ഉപ്പുവെള്ളം ഉപ്പിട്ട് വെക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ട് എനിക്ക് ആ കയ്പ്പ് വേണം. എനിക്കറിയില്ല എന്താണ് ഈ കയ്പ്പിങ്ങിനോട് ഇത്ര വലിയ ഇഷ്ടം എന്നുള്ളത്. അതിൻ്റെ അവിടെ സ്കൂൾക്ക് പോകുന്നുണ്ട്, മദ്രസക്ക് പോകുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ കമൻ്റ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, അത് യൂട്യൂബ് ടേൺ ഓഫ് ആക്കും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കി ഡിലീറ്റ് അല്ല എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം പഠിപ്പിക്കൽ ടീച്ചർ, സ്കൂള്, കുട്ടി അങ്ങനെയുള്ള ഇതിലേനി കേട്ടോ. പക്ഷേ ഇപ്പം മൂഡ് മാറിയിരിക്കണ്, ഇപ്പോൾ ഡാൻസിങ് മൂഡാണ് കേട്ടോ. അപ്പോൾ ഇതാ മാസ്റ്റർ ഇവിടെ നിന്ന് ഓരോ സ്റ്റെപ്പുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കുട്ടികൾ അത് വെച്ച് അനുകരിക്കുന്നുണ്ട്. അല്ല നല്ല രസേനി കേട്ടോ. പക്ഷേ എനിക്ക് ഈ സൗണ്ട് ഇട്ടാലേ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ട് ഇടാത്തത് കേട്ടോ. കുറേ സമയം കഴിച്ചിട്ടുണ്ട് കേട്ടോ പലവിധ സ്റ്റെപ്പുകളും വെച്ചിട്ട്. പക്ഷേ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, എനിക്ക് ഇനി ഇവിടെ കുറേ പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കിച്ചണിക്ക് തന്നെ വന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ കുപ്പികളും ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇങ്ങനെ പൊടിയായിട്ടുണ്ടേനി. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ വേഗം ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടേനി. കാരണം മീൻ വാങ്ങാൻ, നന്നാക്കാൻ അങ്ങനെയുള്ള പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് സമയം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഇതും കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്തൊക്കെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് പുറം മാത്രം തുടച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ മഡ്ക ഷേപ്പിലുള്ള കുപ്പിൻ്റെ അടപ്പ് ഇതുവരെ തുരുമ്പ് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ ഡ്രൈ ആക്കി കൊണ്ടുവന്നാൽ മതി, നമ്മളത് വെള്ളമാക്കാതെ ഇങ്ങനെ നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2 മാസമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പിന്നെ ഇതിലധികം പൊടികളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ആ കുപ്പിയൊക്കെ ഒന്ന് തുടച്ച് അവിടെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് കുപ്പികളൊക്കെ തിരിച്ചെടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഓലൊക്കെ തോത്തി തുടച്ച് സുന്ദരന്മാരാക്കി. ഞങ്ങൾ എന്താ മൈൻഡ് ചെയ്യാത്തെന്നുള്ള രീതിയിൽ ഇവിടെ കുറച്ച് കുപ്പികളുണ്ടേനി. അപ്പോൾ ഓലൊക്കെ തോത്തി തുടച്ചിങ്ങനെ വരികേനി കേട്ടോ. അപ്പോൾ 6ാമത്തെ കുപ്പി ഇതാ കയ്യിൽ നിന്ന് പോയി കേട്ടോ. കയ്യിൽ നിന്ന് പോയതും പൊറുക്ക ഇന്നെ കാലുമ്മക്കാണ് ആ ചാടിയത്. അല്ലാ കിളി വേറെയൊരു ഫീലേനി കേട്ടോ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചില്ലേ കുപ്പി പൊട്ടിയെന്ന്? ഇല്ല കേട്ടോ, കുപ്പി പൊട്ടിയിട്ടില്ല. കുപ്പി അടിപൊളിയാണ്. അപ്പം അടിപൊളി കുപ്പിയാണ് കേട്ടോ. അത് ഫ്ലിപ്പിൽ നിന്ന് ഞാൻ 6 സെറ്റ് വാങ്ങിയതേനെ. എൻ്റെ കാല് വേദനിച്ചു എന്നല്ലാതെ 2 ദിവസമായിട്ട് ഭയങ്കര വേദന അറിയാൻ പറ്റില്ല. അന്ന് നല്ല വേദനയാണ് കേട്ടോ. ആ ലാസ്റ്റത്തെ 3 വിരലുമ്മക്കാണ് ഇങ്ങനെ കറക്റ്റ് ചാടിയത്. അത് അവിടെ ചാടിയിട്ടാണ് നിലത്തേക്ക് ചാടിയത്. അതുകൊണ്ടാണോ അത് പൊട്ടാഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത് ഓൾറെഡി കട്ടില്ല ടൈപ്പ് കുപ്പിയാണ് കേട്ടോ. അങ്ങനെ കാലിനൊരു ഏറും കിട്ടിയതോടുകൂടി കുപ്പി ക്ലീനിങ് പരിപാടി ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. അവസാനിപ്പിച്ചതല്ല, കഴിഞ്ഞതാണ്. അപ്പം ഞാൻ ഗ്ലാസ് അല്ല ഗ്യാസിൻ്റെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ മീനൊക്കെ പൊരിച്ചിട്ടേ ആകെ ഇതായിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഞാൻ അവിടെ ഒന്നും കൂടി ഒന്ന് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഡെയിലി ഒന്നും ഞാനിങ്ങനെ ഗ്യാസ് സോപ്പിട്ടൊന്നും കേൾക്കൂല കേട്ടോ. അപ്പം ലിക്വിഡ് ഒന്നും ഇട്ട് കേൾക്കൂല. പറ്റിയ എന്താ പറയുക, ഇങ്ങനെ നമുക്കറിയാമല്ലോ എണ്ണമയൊക്കെ ആവുമ്പോൾ. അപ്പോൾ പിന്നെ വേഗം ക്ലീൻ ചെയ്തെടുക്കും. അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഉറുമ്പിൻ്റെ ശല്യം അങ്ങനെ പിന്നെ വരാത്ത പോലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടട്ടെ കേട്ടോ. നിങ്ങൾക്കറിയാലോ എനിക്ക് ക്ലീനിങ് ആണ് ഭയങ്കര ഇഷ്ടം. ക്ലീനിങ് എടുക്കാനും ഇങ്ങോട്ട് ഒരു ഇതിങ്ങോട്ട് വരണം കേട്ടോ, ഒരു എനർജി ഇങ്ങോട്ട് വരണം. വന്നാൽ പിന്നെ തുടച്ചു കൊടുത്ത് തന്നെ പിന്നെയും തുടച്ച്. അപ്പോൾ അവിടെ ശരിയായിട്ടില്ല, അവിടെ ഒരു ഇത്തിരി വെള്ളമുണ്ട്, അവിടെ ഒരു ഇത്തിരി പൊടി ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് പിന്നെ അങ്ങനെ ഒന്നെടുത്താൽ പിന്നെ എന്താ ഒന്നേണാണെങ്കിൽ ഒന്ന് പോണെന്ന് പറഞ്ഞ മാതിരി പിന്നെ ഒന്നെടുത്താൽ പിന്നെ വേറെ ഇങ്ങനെ തേയിന തച്ചുന്ന മാതിരി ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങനെ നടക്കും കേട്ടോ.
അപ്പം എന്തായാലും ഇന്നിപ്പോൾ ഈ ഗ്യാസ് ക്ലീനിങ്ങും അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് വേറെ കുറേ പണികളുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പണികൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇതും കൂടി അങ്ങോട്ട് തുടച്ചിട്ട് അങ്ങോട്ട് തീർക്കുകയാണ്. അങ്ങനെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കി എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചോറ് തിന്നണത്. അപ്പം എന്നാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ കയ്പങ്ങുപ്പേരിയും ആണ്, പിന്നെ മത്തൻ കറിയും പിന്നെ മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടേനി. അത് കഴിഞ്ഞതാ വീണ്ടും കിച്ചണിൽ കയറിക്കണേ. അപ്പം 4 മണിക്ക് ചായക്ക് കടി ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പം കുറച്ച് ചക്കരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. മധുരക്കിഴങ്ങ് എന്നും പറയും. അപ്പം നമ്മളിവിടെ ചക്കരക്കിഴങ്ങ് എന്നൊക്കെയാണ് പറയുക. കുറച്ച് ചക്കരയാണ് മൂപ്പര്, അപ്പോൾ പിന്നെ ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പേരിട്ടാണ് വിളിക്കൽ. അപ്പോൾ അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ഞാനിതാ കുറച്ച് ഉപ്പും പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. മധുരക്കിഴങ്ങ് എന്നാണ് പലയിടത്തും പറയുക തോന്നുന്നുണ്ട് കേട്ടോ, എനിക്കറിയൂല. അപ്പോൾ അത് പുഴുങ്ങിയെടുത്തുകൊണ്ട് കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയിനി ഞാൻ ചക്കരക്കിഴങ്ങ് കഴിച്ചിട്ട്, അപ്പം കണ്ടപ്പോൾ വാങ്ങിച്ചതേനി കേട്ടോ. അപ്പം അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ 17 മിനിറ്റ് ഉണ്ടല്ലേ, 18 മിനിറ്റ് ആവാനായിക്കണം. അപ്പോൾ ഞാൻ എല്ലാം നിർത്തിയാലോ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ നല്ലൊരു മഴയും വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.